പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ സൗരഭ്യമുള്ള ഒരു ശുശ്രൂഷയാണ് എന്നതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായി ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആശയം. ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ദൈവജനത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ദൈവം വച്ച അല്ലെങ്കിൽ ദൈവം ക്രമീകരിച്ച ഒരു ക്രമീകരണമായിരുന്നു പഴയ നിയമത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്ന പൗരോഹിത്യം എന്നത്. ഈ പൗരോഹിത്യമാണ് ജനത്തിന് പിന്നീട് ദൈവത്തിൻ്റെ കൃപയായി ദൈവം കർത്താവായ യേശു എന്ന മഹാപുരോഹിതനിലൂടെ ദീർഘിപ്പിച്ച് നൽകുകയും നമ്മളോട് പറയുന്നത് നിങ്ങളെല്ലാം ഈ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ അംശികളാണ് എന്നതും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും പൗരോഹിത്യ ശുശ്രൂഷ സൗരഭ്യമുള്ള ഒരു ശുശ്രൂഷയായി തീരുന്നത്. എന്താണ് സൗരഭ്യമെന്ന് പറയുന്നത്? സൗരഭ്യം എന്നത് എല്ലാവരും സ്വീകരിക്കാനും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിത അവസ്ഥയാണ്. ജീവിതത്തിൽ എല്ലാം സൗരഭ്യമുള്ളതായി മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും ആഗ്രഹങ്ങളിൽ ദൈവിക ഇടപെടലുകൾ കൃത്യമായി ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സൗരഭ്യം അല്ലെങ്കിൽ നല്ലൊരു സുഗന്ധമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്നത് എപ്പോഴും ഒരു സുഗന്ധം പരത്തുന്ന, ജനത്തിന് ദൈവികമായ സുഗന്ധത്തെ നൽകുന്ന, ദൈവത്തിൻ്റെ കൃപയിൽ ജനത്തെ ചേർത്ത് നിർത്തുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത് പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അവിടെ ദൈവത്തിൻ്റെ ആലയമായ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയും രൂപീകരണവും പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിനുള്ളിൽ ശുശ്രൂഷ അർപ്പിക്കുന്നതിന് വേണ്ടി ദൈവം പുരോഹിതന്മാരെ നിയമിക്കുകയും അവരെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമായി ആ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് മോശയെയായിരുന്നു. അതിനുശേഷം ആരെയാണ്? അഹരോനെ. നമ്മളിന്ന് വായിച്ച 99-ാം സങ്കീർത്തനം ഒന്ന് എടുക്കുക. 99-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 99-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം, അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും. അപ്പോൾ ദൈവം ഒന്നാമത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വിളിച്ച ആൾ ആരായിരുന്നു? മോശയായിരുന്നു. രണ്ടാമത് അഹരോനും. അപ്പോൾ ഒന്നാമത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ സ്ഥാനമുള്ളത് മോശയ്ക്കാണ്. എന്നാൽ മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ല, ഞാൻ ബലഹീനനാണ്. പല പ്രാവശ്യം മോശയോട് ആവശ്യപ്പെട്ടിട്ടും മോശ അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ആ പൗരോഹിത്യം ആരെ ഏൽപ്പിക്കുന്നു? അഹരോനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് അഹരോന് നിത്യ പൗരോഹിത്യത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുന്നത്. ലേവി ഗോത്രത്തിൽ അദ്ദേഹത്തിന് മഹാപുരോഹിതൻ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നതിന് ദൈവം സഹായിക്കുകയും ബാക്കി ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടവരാണ് എന്ന ഒരു യാഥാർത്ഥ്യവും ദൈവം വെളിവാക്കി. ഈ ലേവി ഗോത്രത്തെ 12 ഗോത്രങ്ങൾക്കുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 12 ഗോത്രങ്ങൾ ഉള്ളതിൽ കണക്ക് പ്രകാരം 12 ഗോത്രങ്ങൾക്കുള്ളിൽ ആരില്ല? ലേവി ഗോത്രം ഇല്ല. പകരം അതിനെ എങ്ങനെയാണ് ഫില്ല് ചെയ്തെന്നറിയാമോ? ജോസഫിന് 2 മക്കളുണ്ട്, മനശ്ശെയും എഫ്രൈം. ഈ 2 മക്കൾക്കും ഓരോ ഗോത്രപിതാക്കന്മാരുടെ പേര് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ലേവി ഗോത്രത്തെ പൂർണ്ണമായും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി. അങ്ങനെ 12 ഗോത്രങ്ങൾ എണ്ണപ്പെടുന്നതിൽ ഈ 12 ഗോത്രങ്ങൾക്കുള്ളിൽ ലേവി ഗോത്രം എന്ന പുരോഹിത ഗോത്രത്തിൻ്റെ പേര് ഇല്ല. ബാക്കി 12 ഗോത്രങ്ങളെ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് അനുഗ്രഹിക്കുക എന്നൊരു വലിയൊരു ദൗത്യമാണ് ഇവരെ ദൈവം ഏൽപ്പിച്ചത്. അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച ഒന്നാമത്തെ വ്യക്തി മോശയാണ്. രണ്ടാമത്തെ വ്യക്തി അഹരോനാണ്. അങ്ങനെ നമ്മൾ വായിക്കുന്നു, അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും പിന്നെ അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. മൂന്നാമത് നമ്മൾ കണ്ടുമുട്ടുന്ന ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനാണ് സാമുവേൽ. അങ്ങനെ നമ്മളൊന്ന് ആ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ മോശ, രണ്ടാമത്തെ ആൾ ആരാണ്? അഹരോൻ, മൂന്നാമത് സാമുവേൽ. സാമുവേലിൻ്റെ കാലഘട്ടത്തിൽ മറ്റൊരു പുരോഹിതനെ നമ്മൾ പരിചയപ്പെടും, ഏലി പുരോഹിതൻ. എന്നാൽ ഏലി പുരോഹിതൻ്റെ മക്കൾ ദൈവിക ആലോചന പ്രകാരം ജീവിക്കുകയോ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത നിലവാരം പുലർത്തുകയോ ചെയ്യാതെ ദൈവം ആലയത്തിൽ ദൈവത്തിൻ്റെ മക്കൾ യാഗത്തിന് കൊണ്ടുവരുന്ന വസ്തുക്കളുടെ മേൽ അവർ അശുദ്ധമായ രീതിയിൽ പലതും പ്രവർത്തിച്ചത് കാരണം
അവരെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കളയുക മാത്രമല്ല, അവിടെയാണ് ശാമുവേലിനെ പുരോഹിതനായും പ്രവാചകനായും ദൈവം അഭിഷേകം ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിലൂടെയാണ് ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെ ദൈവം ശുശ്രൂഷിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിൽ ജനത്തെ നയിക്കാനായി ദൈവം നിയോഗിച്ച ഒന്നാമത്തെ വ്യക്തിയായ മോശ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു. ഒന്നാമത് അയാൾ ആരായിരുന്നു? പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു. കാരണം മോശയുടെ അമ്മായി അപ്പനായ യത്രോ, അദ്ദേഹം മിദ്യാനിലെ പുരോഹിതനായിരുന്നു. ആ സാഹചര്യത്തിൽ ആ മിദ്യാനിയ കൾച്ചറിലുള്ള പൗരോഹിത്യമൊക്കെ കണ്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത്. 40 വർഷത്തോളം അദ്ദേഹം ജീവിക്കുന്നത് തൻ്റെ അമ്മായിയപ്പനായ ജത്രോയോട് കൂടെയാണ്. അദ്ദേഹവും ഒരു പുരോഹിതനാണ്, പക്ഷേ യഹോവയുടെ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇടയിൽ അത് കണ്ടു വളർന്ന മോശയാണ് പതിയെ പതിയെ ആടുകളെ മേയിച്ച് നടന്ന് 40 വർഷത്തിനൊടുവിൽ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം എത്തപ്പെടുകയും അവിടെ വെച്ച് ഒരു ദൈവ അനുഭവം മോശയ്ക്ക് ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെയാണ് മോശയെ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ജനത്തെ നയിക്കാനായിട്ട് വിളിച്ചത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു വ്യക്തിയെ ദൈവം നിയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേലുള്ള ഒന്നാമത്തെ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്നത് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച് നന്മയിലേക്ക്, സമൃദ്ധിയിലേക്ക് ജനത്തെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ദൈവം ഒരു പുരോഹിതനെ നിയോഗിക്കുന്നത്, ഒരു പുരോഹിതനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്, ആ ശുശ്രൂഷ മോശ തുടങ്ങി വയ്ക്കുന്നു. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ പിന്തുടർച്ച അവകാശം കിട്ടുന്നത് അഹരോനാണ്. അഹരോൻ മഹാപുരോഹിതനായി മാറുകയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ സക്കറിയാവെന്നൊരു പുരോഹിതനെ നമ്മൾ പറയും. അതിനുശേഷം ശിമ്യോനെ നമ്മൾ പരിചയപ്പെടും. അവിടെ നമ്മൾ ആ ദൈവാലയത്തിൽ ചേർന്നിരുന്ന പ്രവാചകയായിരുന്ന ഒരു സ്ത്രീയെ നമ്മൾ പരിചയപ്പെടും. ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം അഹരോൻ്റെ കൂറിലും അഹരോൻ്റെ ക്രമത്തിലും പെട്ടവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യേശുവിൻ്റെ കാലത്തിലും അഹരോൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷ കൃത്യതയോടുകൂടെ വന്നു. അതിങ്ങനെ ക്രമപ്പെട്ടുകൊണ്ടേയിരുന്നു. സെക്കരിയാവിന് ധൂപം കാട്ടാനുള്ള അവസരം കിട്ടുന്നത് പോലും ആ ഒരു ക്രമപ്രകാരമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനയ്ക്ക് സ്വതന്ത്രരായി സമർപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്ന വ്യക്തിയുടെ ചുമതല എന്നത്. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലായിരിക്കുന്ന ഒരു നാഥന് ആ കുടുംബത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കും. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ ജ്യേഷ്ഠ അവകാശമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ജ്യേഷ്ഠ അവകാശം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട്. ആരായിരുന്നു അത്? ഏശാവ് ജ്യേഷ്ഠ അവകാശം നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ജ്യേഷ്ഠ അവകാശം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സാധാരണ അവകാശം നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. കുടുംബത്തിലെ ഒന്നാമത്തെ പുത്രൻ എന്ന അവകാശം നഷ്ടപ്പെടുക എന്നത് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. താൻ ഒരു ചുവന്ന പായസം തൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഗന്ധവും അതിൻ്റെ ആ ഒരു രുചിയും വളരെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം വിലയേറിയ ജ്യേഷ്ഠ അവകാശത്തെ ഏശാവ് വിട്ടുകൊടുത്തു. ജ്യേഷ്ഠ അവകാശം വിട്ടുകൊടുത്താൽ അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിൽ അപ്പൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒന്നാമത്തെ ജ്യേഷ്ഠ അവകാശമുള്ള പുത്രനാണ്. മനസ്സിലായോ? ആ കുടുംബത്തിൽ ഇപ്പോൾ അപ്പൻ ആരാണ്? ഇസഹാക്കാണ് അപ്പൻ. ഇസഹാക്കാണ് ആ കുടുംബത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസഹാക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ അത് കിട്ടേണ്ടത് കുടുംബത്തിൽ ആർക്കാണോ ജ്യേഷ്ഠ അവകാശമുള്ളത് അയാളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. ആ വ്യക്തിയാണ് അടുത്ത് ആ കുടുംബത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ വില മനസ്സിലാക്കാതെ തൻ്റെ മുൻപിൽ എത്തപ്പെട്ട ഭക്ഷണത്തിൻ്റെ മണമോ രുചിയോ ഒക്കെ മനസ്സിലാക്കി അത് വിട്ടുകൊടുക്കാനായി ഏശാവ് തയ്യാറാകുന്നതിലൂടെ ഏശാവിന് നഷ്ടപ്പെടുന്നത് അവന് അവകാശമായി കിട്ടേണ്ടിയിരുന്ന പൗരോഹിത്യമെന്ന അനുഗ്രഹമായിരുന്നു. പകരം അത് ആര് കൊണ്ടുപോയി?
യാക്കോബ് കൊണ്ടുപോയി. അങ്ങനെ യാക്കോബിന് പൗരോഹിത്യ ശുശ്രൂഷ അവകാശമായി കിട്ടുകയാണ്. കുടുംബത്തിലെ മൂത്ത പുത്രനായ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിൽക്കുന്നതിലൂടെ ആ പൗരോഹിത്യ ശുശ്രൂഷ ആർക്ക് കിട്ടി? യാക്കോബിന് കിട്ടി. പിന്നീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്തുടർച്ചയാണ് ആ കുടുംബത്തിൽ ആർക്ക് കിട്ടുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിൻ്റെ കുടുംബ പാരമ്പര്യങ്ങളിൽ പെടുന്നവർക്ക് ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാകാനായി ദൈവം അവസരമൊരുക്കി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ പൗരോഹിത്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. നമ്മളതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ ദൈവം നമ്മളെ കുടുംബത്തിൽ വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. കർത്താവായ യേശു പറയുന്ന നിങ്ങളെല്ലാം ഈ പുരോഹിത കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്, നിങ്ങൾ അംശികളാണ്. അതിൻ്റെ വില മനസ്സിലാക്കാതെ നിങ്ങൾ തന്നെ അതിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാലോ വിട്ടുകൊടുത്തു കഴിഞ്ഞാലോ ജീവിതത്തിൽ പൗരോഹിത്യത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിക്കാം? കുറവ് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ആ കാര്യം നിർബന്ധമായും ഓർക്കണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം അവിടെ ഓർമ്മിപ്പിക്കുന്നത് പുരോഹിതരോട് കൽപ്പിക്കാനായിട്ട് പറയുന്ന കാര്യമാണ്. അവർ അഹരോനും അവൻ്റെ പുത്രന്മാരും വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കാത്തു വയ്ക്കുവാൻ തക്കവണ്ണം വയ്ക്കണം. അവിടെ വിളക്കും അപ്പവുമാണ് പറയുന്നത്. വൈകുന്നേരം മുതൽ പ്രഭാതം വരെ ആലയത്തിലെ എണ്ണ കെട്ടുപോകാതെ, അപ്പം കുറഞ്ഞു പോകാതെ ആ ശുശ്രൂഷകളെ കൃത്യതയോടുകൂടെ നിർവഹിക്കാനായി ദൈവം അവരെ വിളിച്ച് ആലോചന പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അഹരോനും കുടുംബത്തിനും കൊടുത്ത ഇത് കാലാകാലങ്ങളോളം അവർക്ക് നിർബന്ധമായ ഒരു ചട്ടമായിരിക്കണമെന്ന് അവരോട് പറയുകയാണ്. അതിനുശേഷം 28-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അഹരോനും തുടർന്നുള്ള പുരോഹിതന്മാർക്കും വേണ്ടിയുള്ള പുരോഹിത വസ്ത്രത്തെ രൂപപ്പെടുത്തുകയാണ്. ആ പുരോഹിത വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒരു സാധാരണ അങ്കിയുണ്ട്, അരയിൽ ഒരു അരക്കെട്ടുണ്ട്, അതിന് പുറത്ത് ഏഫോദ് എന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വസ്ത്രത്തിൽ 12 ഗോത്രങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന 12 കല്ലുകൾ, അതിൻ്റെ പേരുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ന്യായവിധി പതക്കം വച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് 15-ാമത്തെ വാക്യം, 28-ാം അധ്യായം 15-ാം വാക്യം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജനത്തിന് ന്യായവും നീതിയും നടപ്പിലാക്കി കൊടുക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? ഒരു പുരോഹിതൻ്റെ കർത്തവ്യമാണ്. അതിനുവേണ്ടിയാണ് പുരോഹിതന് ഈ ശുശ്രൂഷകൾക്ക് ദൈവം നിയോഗിച്ച് ആക്കിയിട്ടുള്ളത്. ജനം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനത്തോട് പറയണം, ഇത് അനീതിയാണ്. അവരുടെ ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ അവരോട് പറയണം, നീ ചെയ്യുന്നത് തെറ്റാണ്. അതാണ് ന്യായവും നീതിയും ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനായി ദൈവം വച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. ന്യായവിധി പതക്കം 28-ാം അധ്യായം 15-ാം വാക്യം. അത് ഒരു പുരോഹിതന് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. 29-ാമത്തെ വാക്യം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ധൂപം കാട്ടുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേരെപ്പോഴും യഹോവയുടെ മുൻപാകെ അവൻ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. അതായത് ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ശുശ്രൂഷ അർപ്പിക്കുന്നതിന് ഒരു ഓൾട്ടറിൽ നിൽക്കുമ്പോൾ എല്ലാ ജനത്തെയും ആ പുരോഹിതൻ തൻ്റെ ഹൃദയത്തിൽ, നമ്മൾ ആ ഭാഗം ഒന്നുകൂടെ നമ്മൾ വായിക്കാം. അങ്ങനെ അഹരോൻ എന്ന് പറഞ്ഞാൽ ഒരു പൗരോഹിത്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ, പൗരോഹിത്യ ശുശ്രൂഷ അർപ്പിക്കാൻ ഒരു ഓൾട്ടറിൽ കടക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ന്യായവിധി പതക്കം, ജനത്തിന് ന്യായവും നീതിയും പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഇതിനുള്ളിൽ വച്ചിട്ടുള്ള ഒരു ന്യായവിധി പതക്കമുണ്ട്. അത് ഇസ്രായേൽ മക്കളുടെ പേര്, എല്ലാ ജനത്തെയും ഓർക്കണം. ഒരു ജനത്തെയും ഒരു വ്യക്തിയെയും മറക്കാൻ പാടില്ല. എല്ലാവരുടെയും പേര്, എല്ലാ കുടുംബങ്ങളെയും ആ പുരോഹിതന് ഓർക്കണം. എന്നിട്ടോ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് ദൈവത്തെ ഓർമ്മിപ്പിക്കണം എന്നതാണ്. ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ, ഓരോ കുടുംബത്തിൻ്റെയും ആഗ്രഹങ്ങൾ, ഓരോ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കണം. അതൊരു പുരോഹിതൻ്റെ ശുശ്രൂഷയാണ്. തൻ്റെ ഹൃദയത്തിന്മേൽ അത് വഹിക്കണം. ഹൃദയത്തിനുള്ളിൽ അത് ചേർത്ത് വെച്ച്
അത് വഹിക്കണം. അതൊരു പുരോഹിതൻ്റെ ശുശ്രൂഷയാണ്. ഇത് ആര് പറഞ്ഞതാണ്? ദൈവം ഒരു പൗരോഹിത്യ ശുശ്രൂഷ ആദ്യമായി ക്രമീകരിക്കുമ്പോൾ ഒരു പുരോഹിതന് കൊടുത്ത ജോലിയാണ്, പുരോഹിതന് എല്ലാ ജനത്തെയും ഓർക്കണം, ഓരോ ജനത്തിൻ്റെയും പ്രശ്നങ്ങൾ അറിയണം. ഓൾട്ടറിൽ നിൽക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ, ജനങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തോട് ഓർമ്മിപ്പിക്കണം. കർത്താവ്, ഈ കുടുംബത്തിൻ്റെ പ്രശ്നം ഇതാണ്, ഈ വ്യക്തിയുടെ ബുദ്ധിമുട്ട് ഇതാണ്, എന്നിട്ട് ദൈവം പറയുന്നതിനെ ജനത്തോട് പറഞ്ഞു കൊടുക്കണം. ഇതായിരുന്നു ദൈവം വച്ച ഒരു പ്രമാണം. എന്നാൽ അതിനൊരു പ്രശ്നമുണ്ടായി. ഇനി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വായിക്കുന്നത് മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. പുരോഹിതന്മാർക്ക് ദൈവം കൊടുത്ത കമാൻഡ് ഇതായിരുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജനം തെറ്റിപ്പോകും, പക്ഷെ നിങ്ങൾ അവരെ നീതിയിലേക്കും ന്യായത്തിലേക്കും കൊണ്ടുവരണം. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പുരോഹിതന്മാർ ഇതുപോലെ ചെയ്തില്ല. അവർ ചെയ്തത് എന്താണെന്നറിയാമോ? 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം ദൈവത്തോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ദൈവത്തോട് ചോദിച്ച് ജനത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കണം. എന്നാൽ ഇവർ ചെയ്തത്, നിങ്ങളോ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരോട് പറയുകയാണ്, അവർ ചെയ്തത്, അവരിത് വിട്ടുമാറി, അവരത് അനുസരിക്കാതെ പലരെയും ഉപദേശത്താൽ ഇടറുമാറായി. അതായത് കറക്റ്റായിട്ടുള്ള ഉപദേശം കൊടുക്കാതെ പോളിഷ് ചെയ്ത് പറഞ്ഞു. ദൈവം പറഞ്ഞത് പറയാതെ ജനത്തിന് ഇഷ്ടമുള്ളത്, ജനം എന്ത് കരുതുമെന്ന് കരുതി, ജനത്തെ സേവ് ചെയ്യാൻ വേണ്ടി, ജനത്തെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഉപദേശങ്ങളിൽ അവർ കള്ളം ചേർത്തു. പിന്നെയോ എന്നിട്ട് പറയും, അങ്ങനെ ലേവി ഗോത്രത്തിന് ദൈവം കൊടുത്ത നിയമത്തെ അവർ എന്ത് ചെയ്തു? അവർ ലംഘിച്ചു, നശിപ്പിച്ചു എന്ന് പറയുകയാണ്. പുരോഹിതന്മാർ നശിപ്പിച്ചു. പുരോഹിതന്മാർ അത് അനുസരിക്കാതെ ജനത്തിൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ ജനത്തിന് കൊടുക്കേണ്ട, ജനം രക്ഷപ്പെടേണ്ട കാര്യം പറഞ്ഞു കൊടുക്കാതെ ഉപദേശത്തിൽ വെള്ളം ചേർത്തു, അല്ലെങ്കിൽ അതിൽ വ്യാജപരമായ ഉപദേശം കൊണ്ട് ജനത്തെ വഴിതെറ്റിച്ചു. എന്നിട്ട് ദൈവം പറയുന്നു, അങ്ങനെ നിങ്ങൾ, 9-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. എന്തു ചെയ്തു? ന്യായപാലനത്തിൽ പക്ഷപാതം കാണിച്ചു. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. പുരോഹിതനോട് പറഞ്ഞ കാര്യം എന്താണ്? നിനക്കുള്ളിൽ ഒരു ന്യായവിധി പതക്കം വച്ചിട്ടുണ്ട്. ജനത്തിന് എന്ത് നടപ്പിലാക്കി കൊടുക്കണം? ജനത്തിന് ന്യായം പറഞ്ഞു കൊടുക്കണം, ജനത്തിന് ന്യായമായത് ചെയ്തു കൊടുക്കണം, ജനത്തെ ദൈവത്തിൻ്റെ ന്യായത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് പുരോഹിതനോട് പറഞ്ഞ കാര്യം. അതിനുവേണ്ടിയാണ് ഉള്ളിൽ ഒരു ന്യായവിധി പതക്കം ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ആ ന്യായവിധി ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതാണെങ്കിൽ അതിനെ മധ്യസ്ഥത ചെയ്ത് ജനത്തിൻ്റെ ന്യായവിധി വരാതെ എന്ത് ചെയ്യണം? മാറ്റിക്കൊടുക്കണം. ജനത്തിന് ന്യായം പറഞ്ഞു കൊടുക്കണം, നീതി പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി ദൈവം പൗരോഹിത്യം വെച്ചപ്പോൾ ഉള്ളിൽ വെച്ച് കൊടുത്തതാണ് ന്യായവിധി പതക്കം. അതാണ് പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. അപ്പോൾ അത് വലിയൊരു തെറ്റല്ലേ? പുരോഹിതൻ്റെ അൾട്ടിമേറ്റ് റോളിൽ നിന്ന് മാറിപ്പോയി. മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ന്യായം പറഞ്ഞു കൊടുക്കണം ജനത്തിന്, അവർക്ക് ന്യായമായത് ചെയ്തു കൊടുക്കണം. ന്യായവിധിയിലേക്ക് അവർ പോകാതെ നിങ്ങൾ അവരെ സേവ് ചെയ്യണം. പക്ഷേ ഇവർ ചെയ്തത് ആ ന്യായപരമായ കാര്യങ്ങളിൽ ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അപ്പോൾ തെറ്റ് ചെയ്തത് ആരാണ്? പുരോഹിതന്മാർ. അങ്ങനെ വന്നപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ന്യായപാലനത്തിൽ, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ ന്യായവിധി പതക്കത്തിനുള്ളിൽ ദൈവം വച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ സകല ജനത്തിൻ്റെയും മധ്യത്തിൽ നീചരും നിന്ദിതരുമാക്കി ഞാൻ മാറ്റും. ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശരിയല്ലേ? ജനങ്ങൾ പൗരോഹിത്യത്തെ എന്ത് ചെയ്യുന്നു? അവഹേളിക്കുന്നു. ജനങ്ങൾ പുരോഹിതന്മാരെ എന്ത് ചെയ്യുന്നു? കുറ്റം പറയുന്നു. ഓരോ പുരോഹിതൻ്റെയും അകൃത്യം ജനം വിളിച്ചു പറയുന്നു. ജനം വാട്സപ്പിൽ എഴുതുന്നു, മുഖത്ത് നോക്കി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. ന്യായം, നീതി ഇത് നടപ്പിലാക്കി കൊടുക്കാനും പറയാനായിട്ടും ജനത്തെ ന്യായത്തിലേക്കും നീതിയിലേക്കും കൊണ്ടുവരാനായിട്ടും ഉള്ളതാണ് പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ശുശ്രൂഷയും എന്ന് പറയും. അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല. ബാക്കി പ്രോജക്റ്റുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ സെക്കൻഡറിയാണ്. ജനം രക്ഷപ്പെടണം, ജനം ദൈവത്തിലോട്ട് വരണം.
അതല്ലാതെ പക്ഷഭേദം കാണിച്ച് ചേരിതിരിവ് കാണിച്ച് അതിനുള്ളിൽ ഗ്രൂപ്പ് വളർത്തി പല കാറ്റഗറിയായിട്ട് ജനത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് ജനത്തെ തമ്മിൽ അടുപ്പിച്ച് ഒരു ശുശ്രൂഷ ഒരു പൗരോഹിതൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ ജനത്താൽ നിന്ദിതനാകും, ജനത്താൽ നീചനാക്കപ്പെടുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് എനിക്ക് സംഭവിച്ചാലും ഞങ്ങൾ തന്നെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇന്ന് പൗരോഹിത്യം അവഹേളിക്കപ്പെടുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണ്, ഇന്ന് ഒരു 44 അച്ഛന്മാരെ നമുക്ക് പുതുതായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കണം? ജനം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ന്യായവിധി പതക്കം ദൈവം വച്ചിട്ടുള്ളത് പ്രകാരം ന്യായത്തോടെ ജനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പൗരോഹിത്യമുള്ളവരെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ജനം പ്രാർത്ഥിച്ചാൽ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ കേട്ട് ദൈവം അത് നടത്തി തരും. ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. നിങ്ങളുടെ മേലൊരു കുറ്റവുമില്ല, കുറ്റം ഞങ്ങളുടെ മേലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുറ്റം നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് വീണ്ടും ഇതിലേക്ക് മടങ്ങി വരാം. അങ്ങനെ 28-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. അങ്ങനെ ഹൃദയത്തിനുള്ളിൽ ജനത്തെ പൂർണ്ണമായിട്ട് വഹിച്ച് ജനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പുരോഹിതൻ പറഞ്ഞു കൊടുക്കണം. അവിടെ പറയുന്നു, ന്യായവിധി പതക്കത്തിന് അകത്ത് വെളിപാടും സത്യവും ഊറീമും തീമും ഉണ്ട്. അതിനകത്ത് ജനത്തിനുള്ള വെളിപാടുണ്ട്, ജനത്തിന് കൊടുക്കേണ്ട സത്യവും അതിനകത്ത് ഉണ്ട്. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ ചെല്ലുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. ഹൃദയത്തിനുള്ളിൽ ആ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ അവൻ്റെ ഹൃദയത്തിന്മേൽ അവൻ വഹിക്കണം. കാരണം ജനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നാശത്തിന് വിട്ടുകൊടുക്കുക എന്നതല്ല പുരോഹിതൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ജനം അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അവരുടെ മേൽ ന്യായവിധി വരുമെന്ന് ദൈവം പുരോഹിതനോട് പറഞ്ഞു കൊടുത്താൽ ആ ന്യായവിധി നീങ്ങിപ്പോകുന്നതിന് വേണ്ടി ജനത്തെ വിളിച്ച് ജനത്തോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാ പറയുന്നത്. അഹരോൻ, മഹാപുരോഹിതനായ അഹരോനോട് പറയുന്നു, ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി, കാരണം ജനം തെറ്റിപ്പോകും, അവർക്കറിയില്ല, അവർക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. നിൻ്റെ ഹൃദയത്തിന്മേൽ അത് ഇരിക്കണം. അതായത് ജനത്തിന് വേണ്ടി റിസ്ക് എടുക്കണം, ജനത്തിന് വേണ്ടി പെയിൻ എടുക്കണം, ജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കണം, ജനത്തിന് വേണ്ടി നിലകൊള്ളണം. അതാണ് ദൈവം ഒരു പുരോഹിതനിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ക്വാളിറ്റിയിൽ നിന്ന് ഒരു വ്യക്തി നീങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ജനത്തിൻ്റെ ഇടയിൽ നിന്ദിതനായിത്തീരും, ആ വ്യക്തി ജനത്തിൻ്റെ ഇടയിൽ നീചനാക്കപ്പെടും. അത് ദൈവം വച്ചിട്ടുള്ളൊരു ക്രമമാണ്. എന്നാൽ തിരിച്ചു വരാനായിട്ട് ദൈവം അവസരം കൊടുക്കും, ആ സമയത്ത് തിരിച്ചു വരികയും വേണം. 29-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒരു ഓർഡിനേഷൻ സർവീസാണ്. ആദ്യമായിട്ട് പുരോഹിതന്മാരെ ഓർഡൈൻ ചെയ്യുന്ന ഓർഡിനേഷൻ സർവീസാണ് 29-ാമത്തെ അധ്യായത്തിൽ നമ്മളിന്ന് വായിച്ചതിൽ വിവരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത്, അവിടെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ആദ്യമായിട്ട് അവരെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണത്തിൻ്റെ ആദ്യ പടി എന്നത് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവരെ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം എന്നത് അന്നത്തെ കാലത്ത് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയമാണ്. വെള്ളം കൊണ്ട് അവരെ ആദ്യം കഴുകണം, വെള്ളം കൊണ്ട് കഴുകി ശുദ്ധമാക്കണം, അവർ കുളിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവരെ ജലസ്നാനത്താൽ അവരെ വെടിപ്പാക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവാകുന്ന ജലസ്നാനത്താൽ അല്ലെങ്കിൽ ജീവസ്നാനത്താൽ തൻ്റെ മക്കളെ വിശുദ്ധീകരിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ ഒന്നാമത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തി ജലത്താൽ ശുദ്ധീകരിക്കപ്പെടണം, ജലത്താലുള്ള ശുദ്ധീകരണം. അതിനുശേഷം അവനെ വസ്ത്രം ധരിപ്പിക്കും. വസ്ത്രം ധരിപ്പിച്ചതിന് ശേഷം 3 യാഗങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ട്. ഈ യാഗത്തിന് വേണ്ടി കൊണ്ടുവരേണ്ടത്, ഒന്നാമത് ഒരു കാള, രണ്ടാമത് ഊനമില്ലാത്ത 2 ആടുകൾ. ഇവയെയാണ് യാഗത്തിന് വേണ്ടി അർപ്പിക്കേണ്ടത്. ഈ 3 യാഗങ്ങൾ ഈ പുരോഹിതന് വേണ്ടി, പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓർഡിനേഷന് കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ ഈ പുരോഹിത ഈ ഓർഡിനേഷൻ ശുശ്രൂഷയ്ക്ക് പറയുന്ന മറ്റൊരു പേര് നിങ്ങൾക്കറിയാമോ? കൈവെപ്പ് ശുശ്രൂഷ എന്ന് കേട്ടിട്ടുണ്ടോ? കൈവയ്ക്കും. ആരാണ് കൈവയ്ക്കുന്നത്? ആരാണ്? ബിഷപ്പാണ്. അതിനു വേണ്ടിയുള്ള മേൽപ്പട്ടക്കാരനായ ഒരു
ബിഷപ്പിന് മാത്രമേ ഒരു വ്യക്തിയെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൈവെപ്പ് ശുശ്രൂഷ നൽകി ഓർഡെയിൻ ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. അങ്ങനെ ഈ കൈവെപ്പിന് പറയുന്ന ഒരു പേര് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് പറയാമോ? 10ാമത്തെ വാക്യത്തിലുണ്ട്. എന്താണ് ആ പേര്? ആ വാക്ക് കരപൂരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരപൂരണം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കൈവെപ്പ് ശുശ്രൂഷ. അപ്പോൾ പുരോഹിതനെ ഈ കൈവച്ച് എന്ത് ചെയ്യും? തലയിൽ കൈവച്ച് ദൈവിക ദാനങ്ങൾ കൊടുത്ത് ബ്ലെസ് ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓർഡിനേഷൻ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ 1ാമത്തെ കാളയെ അറുക്കും, അതിനുശേഷം 2 ആട്ടിൻകുട്ടന്മാരെ അറുക്കും, 3 യാഗങ്ങൾ, ഹോമയാഗം, ദഹനയാഗം, പാപയാഗം, ഇത് 3ഉം ഇവന് വേണ്ടി, ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഓർഡിനേഷന് വേണ്ടി വരുന്ന ആളിന് വേണ്ടി കഴിക്കും. എന്നിട്ട് 3ാമത്തെ ആടിനെ അറുക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 20ാം വാക്യം, 29ാം അധ്യായം 20ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും: അഹരോൻ്റെ ആട്ടുകൊറ്റനെ, അതായത് 3ാമത്തെ ആട്ടുകൊറ്റനെ, ഞാൻ എത്ര മൃഗങ്ങൾ പറഞ്ഞു? 3 എണ്ണമാണ്. 1 കാള, 2ാമത്തേത് 2 ആടുകൾ. അങ്ങനെ 3ാമത്തെ മൃഗമായ ആടിനെ അറുത്ത് അതിൻ്റെ രക്തം കുറച്ചെടുക്കും. അതിനെ അഹരോൻ്റെ വലത്തേ കാതിലും അവൻ്റെ പുത്രന്മാരുടെ വലത്തേ കാതിലും പുരട്ടും. അപ്പം എന്തു ചെയ്യും? ഒരു ആടിൻ്റെ രക്തം എടുത്തിട്ട്, 3ാമത്തെ ആടിൻ്റെ രക്തം എടുത്തിട്ട് അഹരോൻ്റെ കാതിൽ പുരട്ടും, മറ്റ് ചെറു പുരോഹിതന്മാരുടെ കാതിലും പുരട്ടും. എന്ത് പുരട്ടും? രക്തം പുരട്ടും. എന്തിനാണ് ചെവിയിൽ ഇത് പുരട്ടുന്നത്? എന്തിനായിരിക്കും? പുരോഹിതൻ ഇന്നു മുതൽ ഈ വലതുവശത്തെ ചെവിയാണ്. വലതുവശത്തെ ചെവി കൊണ്ട് ആരെ കേൾക്കണം? ദൈവത്തെ കേൾക്കണം. ഇന്നു മുതൽ പുരോഹിതൻ്റെ വലതുവശത്തെ ചെവി ആർക്കുള്ളതാണ്? ദൈവശബ്ദം കേൾക്കാനുള്ളതാണ് വലതുവശത്തെ ചെവി. എന്നിട്ട് ലെഫ്റ്റ് ഇയർ ഉണ്ട്. ഇടതുവശത്തെ ചെവി ആരെ കേൾക്കാൻ വേണ്ടിയാണ്? ജനത്തെ കേൾക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? ഈ ചെവി കൊണ്ട് ആരെ കേൾക്കണം? ജനത്തെ കേൾക്കണം. ഈ ചെവി കൊണ്ട് ആരെ കേൾക്കണം? ദൈവത്തെ കേൾക്കണം. ഇന്ന് ഇത് പലർക്കും കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും യഥാർത്ഥമായ ദൈവിക ശുശ്രൂഷയിലേക്ക് അവർക്ക് കയറാനായിട്ട് കഴിയാത്തത്. 2ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നു. 2ാമത്, കാത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വലത്തെ കൈയുടെ പെരുവിരൽ. ഏതാണ് പെരുവിരൽ? ഇതാണ് അല്ലേ, നമുക്ക് തമ്പ്. ഈ വിരലിൽ മേൽ എന്ത് ചെയ്യും? രക്തം പുരട്ടും. ഏത് കൈയുടെ? വലത്തെ കൈയുടെ പെരുവിരലിൽ രക്തം പുരട്ടും. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു പുരോഹിതൻ ഒരാളെ ബ്ലസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇടത് കൈ വെച്ചിട്ടാണോ വലത് കൈ വെച്ചിട്ടാണോ? വലത് കൈ വെച്ചിട്ട്. അപ്പോൾ ഈ കയ്യിൽ എന്തുണ്ട്? ജനത്തിന് വേണ്ടിയുള്ള അനുഗ്രഹം ദൈവം നിറയ്ക്കുകയാണ്. എന്ത് കൊടുത്തിട്ട്? ഈ തള്ളവിരലിൽ, ഈ പെരുവിരലിൽ എന്ത് കൊടുത്തിട്ട്? രക്തം പുരട്ടി ഈ കൈയെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഈ കൈ കൊണ്ട് ഒരു ആശീർവാദം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതെന്തായിട്ട് തീരും? അനുഗ്രഹമായിട്ട് തീരും. 2ാമത്, ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ പുരോഹിതൻ ഏത് വിരൽ കൊണ്ടാണ് കുരിശടയാളം വരയ്ക്കുന്നത്? ഈ 4 വിരൽ കൊണ്ടല്ല. ഏത് വിരൽ കൊണ്ടാണ്? ഈ വിരൽ കൊണ്ടാണ് പുരോഹിതൻ അടുത്ത് കുരിശടയാളം വരയ്ക്കുന്നത്. നിങ്ങളെ തിരുവത്താഴത്തിൽ ചേർക്കുമ്പോൾ ഏത് വിരൽ കൊണ്ടാണ് ബ്ലസ് ചെയ്യുന്നത്? ഈ വിരൽ കൊണ്ട് കുരിശടയാളം വരയ്ക്കും. അപ്പം നമ്മളെപ്പോൾ ആരുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചാലും ഈ വിരൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2ാമത്, വലത് കൈയിൽ ഈ വിരലിനെ ദൈവം എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്തു. ഭയങ്കരമായിട്ട് ദൈവം അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചെവിയെ അഭിഷേകം ചെയ്തു, അടുത്ത് വിരലിനെ അഭിഷേകം ചെയ്തു. 3ാമത് നമ്മൾ വായിക്കുന്നത് വലത്തെ കാലിൻ്റെ പെരുവിരൽ. കണ്ടോ? വലത്തെ കാലിൻ്റെ പെരുവിരലിൽ രക്തം പുരട്ടി. വലത്തെ കാലെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് വലത്തെ കാലൊരു വീട്ടിൽ വയ്ക്കുമോ, ഇടത്തെ കാല് വയ്ക്കുമോ? സ്വാഭാവികമായിട്ടും കോൺഷ്യസ് ആണെങ്കിൽ ഏത് കാലെടുത്ത് വയ്ക്കും? വലത്തെ കാലെടുത്ത്. അതായത് ഒരു പുരോഹിതൻ ഒരു വീട്ടിൽ കാല് ചവിട്ടിയാൽ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളൊരു പുരോഹിതനാണെങ്കിൽ കാല് ചവിട്ടുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കാലുകളെ എന്ത് ചെയ്തു? അഭിഷേകം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നു. ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മളിന്ന് വായിച്ച ഭാഗത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു 70 പേരെ ഈ 2ആയിട്ട് അയച്ചു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങൾ എനിക്ക് മുൻപായി പോകണം. അവിടെ പോകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് സമാധാന പുത്രനുണ്ടെങ്കിൽ സമാധാനം പറയണം,
സമാധാനം പറയുന്നത് എങ്ങനെയാണ്? കൈ കൊണ്ടാണ് നമ്മളെപ്പോഴും സമാധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കൈയുടെ വർക്കായി. രണ്ടാമത് പറയുന്നുണ്ട്, നിങ്ങളൊരു പട്ടണത്തിലെങ്കിലും കാലെടുത്ത് വയ്ക്കുമ്പോൾ, ഒരു വീട്ടിലെങ്കിലും കാലെടുത്ത് വയ്ക്കുമ്പോൾ, എന്നിട്ട് പറയുന്നു അവർ നിങ്ങളെ കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങളുടെ കാലിലുള്ള പൊടി എന്ത് ചെയ്തിട്ട് വേണം? തട്ടിക്കളഞ്ഞിട്ട് വരണം. ഇപ്പോൾ കാലിൻ്റെ അർത്ഥം മനസ്സിലായോ? കാലിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഒരു ഭവനത്തിൽ, ഒരു വീട്ടിൽ ഒരു പുരോഹിതന് ഒരു പ്രവേശനം ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം പുരോഹിതൻ ഇറങ്ങി വരുമ്പോൾ അതിനോട് കൂടെ എന്ത് ചെയ്യും? തിരിച്ച് കയറി വരും. സ്വീകരിക്കുന്നിടത്ത് എന്ത് ചെയ്യും? അതുപോലെ കയറിപ്പോകും. അപ്പോൾ കർത്താവ് വച്ചിട്ടുള്ള ഒരു ക്രമമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റൊന്നും എടുക്കണ്ട, നിങ്ങൾ ആരുടെ ശബ്ദം കേട്ട് പോകണം? ഞാൻ പറയുന്നത് കേട്ട് പോകണം. നിങ്ങൾ പൊക്കണം എടുക്കണ്ട, നിങ്ങൾ മറ്റൊരു കാര്യവും നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറയും, എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ പോകുക. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞത്. വലത് ചെവി കൊണ്ട് ദൈവത്തെ കേൾക്കണം, വലത് കൈ കൊണ്ട് ജനത്തോട് സമാധാനം പറയണം. നിങ്ങളുടെ കാലിലൊരു അഭിഷേകമുണ്ട്, നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശത്തുള്ള ജനം അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം വച്ചിട്ടുള്ള ഒരു ക്രമമെന്ന് പറയുന്നത്. ഏതിലൊക്കെയാണ് ദൈവം അഭിഷേകം കൊടുത്തത്? ഒന്ന്, വലത് വശത്തെ ചെവിയിൽ. രണ്ടാമത്, വിരലിൽ, വലത് കൈയുടെ വിരലിൽ. വലത് കാലിലെ വിരലിൽ. അപ്പോൾ ഇതിലെല്ലാം ദൈവം പ്രത്യേക അഭിഷേകം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഒരു പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കാനായി കഴിഞ്ഞില്ല എങ്കിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ജനം അനുഗ്രഹിക്കപ്പെടത്തില്ല. അതാണ് പ്രശ്നം. കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പക്ഷേ ജനത്തിന് കിട്ടേണ്ടുന്ന യഥാർത്ഥ ബ്ലെസ്സിങ്സ് ജനത്തിന് കിട്ടുകയില്ല. പുരോഹിതനിലൂടെ ജനത്തിന് വരേണ്ടുന്ന അനോയിൻറ്റിങ് കൃത്യമായി ജനത്തിന് കിട്ടാതെ വരും. അതുകൊണ്ട് പുരോഹിതൻ എപ്പോഴും എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു. 29-ാമത്തെ വാക്യം, അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതാകണം. അത് അവർ ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കുന്ന 2 കാര്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ്? അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പറഞ്ഞാൽ ഒരു പുരോഹിതൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വേണം ശുശ്രൂഷ ചെയ്യാൻ. അതാണ് അഭിഷേകം. രണ്ടാമത് കരപൂരണം. കരപൂരണം എന്ന് പറഞ്ഞാൽ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പുരോഹിതൻ ദൈവാനുഗ്രഹം സ്വീകരിച്ചിരിക്കണം. ഒരു ബിഷപ്പിനാൽ അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരനാൽ അത് സ്വീകരിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷകനായി കഴിഞ്ഞാൽ ആ ശുശ്രൂഷകൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യം എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കും. ആ ഒരു ശുശ്രൂഷ കിട്ടുന്ന ജനം അനുഗ്രഹിക്കപ്പെടും. ആ ദേശത്ത് സൗരഭ്യം ഉണ്ടാകും, ആ കുടുംബങ്ങളിൽ നന്മയുണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.